ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഉപതെരഞ്ഞെടുപ്പിന് 8 നാൾ ശേഷിക്കെ നിലമ്പൂരിൽ തീവ്രമാവുകയാണ് പ്രചാരണം. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതിനോട് CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയ പ്രതികരണമാണ് വിവാദങ്ങളുടെ തുടക്കം. ജമാഅത്ത് പിന്തുണ നേടിയതോടെ UDF വർഗീയ മുന്നണിയായി എന്ന് MP ഗോവിന്ദൻ പറയുമ്പോൾ ചരിത്രം തിരിഞ്ഞുകുത്തുന്നില്ലേ? LDF-ന് പിന്തുണ പ്രഖ്യാപിച്ച PDP പീഡിത പാർട്ടി എന്ന അഭിപ്രായവും പാർട്ടി സെക്രട്ടറിക്കുണ്ട്. ജമാഅത്തെ വരെ നൽകിയ പിന്തുണയെക്കുറിച്ച് പാർട്ടി മുഖപത്രത്തിൽ വന്ന മുഖപ്രസംഗവും 2009 ജമാഅത്തെ ഇസ്ലാമിയെ പുകഴ്ത്തി പിണറായി വിജയൻ പറഞ്ഞ വാചകങ്ങളും ഇപ്പോൾ തള്ളിക്കളയുന്നുണ്ടോ? മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും ദേശീയ സാർവദേശിക രംഗത്ത് അവർക്കുള്ള കാഴ്ചപ്പാട് ഗംഭീരമാണ് എന്നും പറഞ്ഞത് 2009-ലാണ്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിൽ LDF-ന് കിട്ടിയ പിന്തുണയെക്കുറിച്ചും അന്നത്തെ വാർത്താസമ്മേളനത്തിൽ പിണറായി വിജയൻ പറയുന്നുണ്ട്. 2019 മുതൽ പിന്തുണ UDF-ലേക്ക് ജമാഅത്തെ ഇസ്ലാമി മാറ്റി. പിന്തുണയുള്ള കാലത്ത് മതേതരവും പിന്തുണ നഷ്ടപ്പെടുമ്പോൾ വർഗീയവുമാവുന്ന മാജിക്. ഇനി പീഡിത പാർട്ടിയായ PDP-യുടെ നേതാവ് അബ്ദുൽ നാസർ മാദിനെക്കുറിച്ച് P. ജയരാജൻ തന്റെ പുസ്തകത്തിൽ പറയുന്നത് തീവ്രവാദത്തിന്റെ അംബാസിഡർ എന്നാണ്. പീഡിപ്പിക്കപ്പെടാൻ തമിഴ്നാട് പോലീസിന് മാദിനെ പിടിച്ചു കൊടുത്തത് നേട്ടമായി EK നായനാർ പറഞ്ഞതും ചരിത്രരേഖകളിലുണ്ട്. UDF ആകട്ടെ ഇതുവരെ വോട്ട് ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യാം എന്ന നിലപാട് മാറ്റി വെൽഫെയർ പാർട്ടി വന്നറിയിച്ച പിന്തുണ ഇതാദ്യമായി തുറന്നു പറയുകയും ചെയ്യുന്നു. തീവ്ര ചാപ്പ ഏതുവരെ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധി V. വസീഫ്, മുസ്ലിം ലീഗ് പ്രതിനിധി PK നവാസ്, BJP പ്രതിനിധി യുവരാജ് ഗോകുൽ, രാഷ്ട്രീയ നിരീക്ഷകൻ സണ്ണിക്കുട്ടി എബ്രഹാം എന്നിവരാണ്. ആദ്യം ഞാൻ വസീഫിലേക്കാണ് പോകുന്നത്. വസീഫ്, ഇപ്പോൾ PDP-യുടെ പിന്തുണ നല്ലത്, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ മോശം, ഈ രണ്ട് സംഘടനകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് CPM കാണുന്നത്? സ്മൃതി, PDP ഈ രാജ്യത്ത് മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? PDP-ക്ക് പിന്നിൽ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് എന്ന് അവരുടെ ഏതെങ്കിലും ഒരു ഐഡിയോളജിയുടെ ഏതെങ്കിലും ഒരു പിൻബലം അവർക്കുണ്ടോ? ഇല്ല എന്നെല്ലാവർക്കും അറിയാം. ഒരു കാലത്ത് അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗത്തിൽ വന്ന ചില പരാമർശങ്ങൾ അത് തീവ്ര നിലപാട് മുന്നോട്ട് വെക്കുന്നതായിരുന്നു എന്നുള്ളതിൽ തർക്കമില്ല. ആ തീവ്ര നിലപാടിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്ന ആ തീവ്ര നിലപാട് ഉയർത്തിപ്പിടിച്ച് പ്രസംഗങ്ങൾ നടത്തുന്ന അദ്ദേഹത്തിനെ ഈ നാട് തിരിച്ചറിയുകയും അന്ന് ഞങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും ഈ പറഞ്ഞ നിയമ നടപടികളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നതിലൊരു പങ്ക് ഞങ്ങളും വഹിച്ചിട്ടുണ്ടല്ലോ, തർക്കമില്ല. ആ സമയത്ത് PDP-യെ കൂടെ കൂട്ടിയവർ ആരാ? UDF-ആ. ഞങ്ങൾ തള്ളിപ്പറഞ്ഞതാ. എന്നാൽ അതിനുശേഷം മാനസാന്തരപ്പെട്ട് ആവർത്തിച്ച് പശ്ചാത്തപിച്ച് പറഞ്ഞു എൻ്റെ പ്രസംഗങ്ങളിലെ അപകടത്തെക്കുറിച്ച് ഈ നാടിനെ ബോധ്യപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് അബ്ദുൽ നാസർ മദനി. എന്നാൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനൊരു തീവ്രവാദ മുഖമില്ല, അവരില്ല എന്ന് വ്യക്തമാക്കി തന്നെ അവർ പറയുക. ഒരു സെക്കുലർ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരാണ് എന്ന് അവർ ആവർത്തിച്ച് പറയുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഈ കേരളത്തിലോ ഇന്ത്യയിലോ ആർക്കെങ്കിലും ഉണ്ടോ? ഇന്ന് VD സതീശൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം എന്ന ആ നിലപാടിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പുറകോട്ട് പോയി, അതിൽ നിന്നൊക്കെ എത്രയോ പുറകോട്ട് പോയി എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ വിളിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ഫോണിൽ കണക്ട് ചെയ്യാലോ, ഒന്ന് ചോദിക്കുക, അവരൊന്ന് പരസ്യമായിട്ട് പറയട്ടെ. ഈ ചർച്ചയിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ മതരാഷ്ട്രവാദികളല്ല ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്ന്? അങ്ങനെ പറയട്ടെ. ശരി, ഇവരുടെയൊക്കെ നേതാക്കന്മാർ മത്സരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിലപാടിലുള്ള വ്യക്തതയാണ് വേണ്ടത്. 96 വരെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം പറയാതിരിക്കുകയും 96-ന് ശേഷമല്ല 2019-ന് ശേഷം മതരാഷ്ട്രവാദം പറയുകയും ചെയ്യുന്ന ഒരു സംവിധാനമായി മാറി എന്നുള്ളതാണോ CPM-ന്റെ നിലപാട്? കാരണം ജമാഅത്തെ ഇസ്ലാമിയെ പുകഴ്ത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടിയതിനെക്കുറിച്ച്, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെക്കുറിച്ച് പിണറായി വിജയൻ മുതൽ പാലോളി മുതൽ ശ്രീരാമകൃഷ്ണൻ വരെ പല നേതാക്കളും പറഞ്ഞൊക്കെ ഇവിടെ ഉണ്ടെന്നേ, രേഖകളായി, തെളിവുകളായി, ബൈറ്റുകളായി. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. സ്മൃതിയുടെ താല്പര്യം എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഏതായാലും സ്മൃതി, ഞങ്ങൾ എല്ലാ കാലത്തും ജമാഅത്ത്, നിങ്ങളിപ്പോൾ ഇവിടെ നേരത്തെ നിങ്ങളുടെ ഇൻട്രോയിലെ ഒരു ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഇല്ലേ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇവിടെ വായിച്ച് കേൾപ്പിക്കണ്ട, അത് പൂർണ്ണമായിട്ടൊന്ന് വായിക്കണം.
കാരണം അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ആ എഡിറ്റോറിയലിൻ്റെ ഒരു ശകലം മാത്രമല്ല, ആ എഡിറ്റോറിയൽ ഒന്ന് പൂർണ്ണമായി വായിച്ചിട്ട് നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കിയാൽ മതി ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഞങ്ങളുടെ നിലപാട് എന്താണ്. ഞാനത് വായിക്കാം, എന്റെ കയ്യിലുണ്ട്. ഞാനൊരു ഭാഗം മാത്രം പറയുകയല്ല വസീഫ്, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്, കാഴ്ചക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ. ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം എന്ന് പറയണ്ടല്ലോ, അതിൽ തുടങ്ങിയതാണ്. നരസിംഹറാവുവിന്റെ സർക്കാർ നടപ്പാക്കി വരുന്ന സാമ്രാജ്യത്വ അനുകൂല സാമ്പത്തിക പദ്ധതിക്കും സമയം കളയല്ലേ, സമയം പോട്ടെ അല്ലേ, മറ്റ് ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരായെന്ന പോലെ ഹൈന്ദവ ഹൈന്ദവ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയും ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ നടത്തിപ്പോരുന്ന പ്രക്ഷോഭങ്ങൾ ഒരു ശക്തിയുടെ രാഷ്ട്രീയ അടിത്തറ കൂടുതൽ ശക്തവും വ്യാപ്തവുമാക്കി തീർക്കുകയാണ്. ആശാവഹവും ആവേശകരവുമായി പ്രക്രിയ ത്വരിതപ്പെടുത്തുന്ന 2 സംഭവവികാസങ്ങൾ പോയ വാരത്തിൽ അന്ത്യനാളുകളിലായി ഉണ്ടായിട്ടുണ്ട്. വരുന്ന പൊതു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കേരളത്തിലെ ക്രിസ്തീയ പുരോഹിതരും ജമാഅത്തെ ഇസ്ലാമിയും കൈക്കൊണ്ട തീരുമാനങ്ങൾ ഇവിടെ വിവക്ഷ. കഴിഞ്ഞ ഫെബ്രുവരി മധ്യത്തിൽ 9 ദിവസം നീണ്ട കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ കൈക്കൊണ്ട തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഉപയോഗിക്കണമെന്ന് കേരളത്തിലെ ബിഷപ്പുമാരും ഇപ്പോൾ തങ്ങളുടെ മതവിശ്വാസികളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. CBCI തീരുമാനം പുറത്തു വന്നപ്പോൾ തന്നെ ക്രിസ്തുദേവന്റെ ശബ്ദം എന്നതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഈ പങ്ക്തികളിൽ സ്വാഗതം ചെയ്തിരുന്നു. ജനങ്ങളിൽ ഒരു വിഭാഗം എന്ന ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നതും ഒന്നും വേണ്ട. ഞാൻ പറയാം, നിങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ 2 വർഷമായി വസീഫെ തമാശ കളിക്കരുത് വസീഫെ. ഞാൻ വായിക്കുന്ന ഭാഗം വായിക്കാം. കഴിഞ്ഞ 2 വർഷം എല്ലാം വായിക്കാം, ഓരോ വർഷങ്ങളിലും വായിക്കാം. കഴിഞ്ഞ 2 വർഷമായി ക്രിസ്ത്യൻ മതന്യൂനപക്ഷത്തിനെതിരായി വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ച് CBCI ഹൃദയസ്പർശിയായി ഇങ്ങനെ അഭ്യർത്ഥിച്ചു: മനുഷ്യാവകാശങ്ങളും സനാതന മുഖ്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ പ്രതിജ്ഞാബദ്ധരും ഏറ്റവുമേറെ അർപ്പണബോധമുള്ളവരായ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. CBCIയുടെ ഈ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞ വാരം കേരളത്തിലെ വൈദികന്മാരും അവരുടെ വിശ്വാസികളും അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണല്ലോ ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഈ അഭ്യർത്ഥന വന്നതിനിടെ തൊട്ടുപിറകെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകത്തിന്റെ തീരുമാനവും പുറത്തുവരുന്നത്. വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി ഒരേ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത ശേഷം എടുത്ത തീരുമാനം ആണ് കൈക്കൊണ്ടത്. ഏറ്റവും വലിയ കക്ഷിയും ഭരണകക്ഷിയുമായ കോൺഗ്രസ് ഫാസിസത്തിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷത്തെ ആ പാർട്ടി വഞ്ചിച്ചു, ടാഡ പോലുള്ള കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു. അഴിമതി ദേശീയ സംസ്കാരമായി തെരഞ്ഞെടുപ്പ് ആസനമായിട്ടും തെറ്റുതിരുത്താനോ മേൽ നീതിപൂർവ്വം പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകാനോ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വോട്ട് ഇത്തവണ LDFനാണ് എന്ന് പറഞ്ഞ കാര്യമാണ്. ഇത് 96-ൽ പറഞ്ഞു ദേശാമാനി അത് മുഖപ്രസംഗമായി കൊടുക്കുന്നു അല്ലേ. അതിനുശേഷം എത്ര പ്രതികരണങ്ങൾ അല്ലല്ല അതിനുശേഷം ഇത് മുഴുവൻ വായിക്കാൻ എനിക്ക് നേരമില്ല. ഒരു മിനിറ്റ് തിരക്ക് കൂട്ടല്ലേ. 2009 ഏപ്രിൽ അല്ല വായിക്കട്ടെ. 2009 ഏപ്രിൽ 14 കണ്ണൂരിൽ നടന്ന മീറ്റ് ദി പ്രസിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയെക്കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നൽകിയ മറുപടി 2009 കേട്ടോ. മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ദേശീയ സാർവദേശിക രംഗത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് പ്രധാനമാണ്. ആ കാഴ്ചപ്പാട് വെച്ച് ഓരോ കാലഘട്ടത്തിലും അവർ നിലപാടെടുക്കുന്നു. ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുന്ന സമീപനമാണ് ജമാഅത്തെ ഇസ്ലാമി മുമ്പ് സ്വീകരിച്ചത്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇവർ ഇടതുമുന്നണിക്ക് പിന്തുണ നൽകിയത്. 2006 ഇത്തവണ 18 സീറ്റിൽ LDFനും 2 സീറ്റിൽ UDFനും പിന്തുണ നൽകാനും തീരുമാനിച്ചു. ഇത് പിണറായി വിജയന്റെ പ്രസ്താവന. ഇനി ജമാഅത്തെ ഇസ്ലാമി പിന്തുണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഇടത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ നടപടികളും വിലയിരുത്താനാണ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകിയത്. പറഞ്ഞത് P. ശ്രീരാമകൃഷ്ണൻ 2011. ഇനി ആര്യടൻ വിമർശനത്തിന് പിന്നിൽ മൃദു ഹിന്ദുത്വം എന്ന് പറഞ്ഞ് കോടിയേരി പറഞ്ഞ കാര്യങ്ങൾ. ഇനി പിണറായി വിജയൻ പിന്നീട് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുമായി മുൻപും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇടക്കാലത്ത് ബന്ധം മോശമതിനായി മുടങ്ങിയതാണ്. ജമാഅത്തുമായി പാർട്ടി രഹസ്യ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. എന്നെ കാണാൻ വന്നവർ തലയിൽ മുണ്ടിട്ടല്ല വന്നത്. പറഞ്ഞത് 2011 ഏപ്രിൽ 14. ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പൊ ഈ പിന്തുണയൊക്കെ ഒരു കാലത്ത് സ്വീകരിച്ചതാണ്. ഇതിങ്ങനെ മുഴുവൻ വായിച്ചിട്ട് കാര്യമില്ല. ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗം പറയുകയാണെന്ന് ദയവ് ചെയ്ത് വസീഫ് പറഞ്ഞ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ അവർ നല്ലതാണ്, അവർക്ക് മതേതര നിലപാടാണ്, അവർ സെക്കുലർ സംഘടനയാണ്. നിങ്ങൾക്ക് പിന്തുണ വിട്ടുകഴിഞ്ഞ് മറ്റൊരു മുന്നണിക്ക് പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവർ വർഗീയമാകുന്നു. അവരുടെ ആശയം എന്നുള്ളത് മതരാഷ്ട്രവാദം എന്ന് നിങ്ങൾ പറയുന്നു. ശരി, മതരാഷ്ട്രവാദം എന്ന് പറയുന്നു. കേരളത്തിൽ
കേരളത്തിൽ മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം താങ്കൾ ചൂണ്ടിക്കാണിക്കൂ. അവരുടെ ആശയം അതൊക്കെ തന്നെ, ഒരു സംശയവും. കേരളത്തിൽ അത് ആവശ്യപ്പെട്ട് പറഞ്ഞത് എപ്പോഴാണ്? നിങ്ങൾക്ക് പിന്തുണ നൽകുന്ന സമയത്ത് എന്താണ് നിങ്ങളിത് ഉൾക്കൊള്ളാതിരുന്നത്? ഇപ്പോഴെങ്ങനെയാണ് നിങ്ങൾക്ക് അവർ തീവ്രവും മനുഷ്യരായി പോലും കാണാത്തവരുമായി മാറുന്നത്? അതാണല്ലോ എം സ്വരാജ് പറഞ്ഞത്, മനുഷ്യരായി കാണുന്നില്ല എന്ന്. ഇനി ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നത് അത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നതല്ല. നിങ്ങളുടെ പ്രയാസം അവർ UDF വോട്ട് ചെയ്യുമ്പോൾ അതിനെ ഒന്ന് വെള്ളപൂശി എടുക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. ഇത് കേൾക്കുന്ന ആർക്കും ബോധ്യപ്പെടും, നിങ്ങളുടെ മനസ്സ് എങ്ങനെയായാലും. ഞാനിവിടെ പറയാം, ഞങ്ങൾ എവിടെയും ഇവരൊരു സെക്കുലർ പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഈ 2006 നിങ്ങൾ പിന്തുണ പറയുന്ന ഘട്ടങ്ങളിലെല്ലാം നമ്മൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ അത്ര സൂക്ഷ്മമായി ഈ നാട് കാണുകയും അവരുടെ നിലപാടുകൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് എന്താ? ഇവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഇവിടെ ഈ ഒരു മതരാഷ്ട്രവാദത്തിന് വേണ്ടി അല്ലാതെ ഇവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഈ മത്സരത്തിനും ജനാധിപത്യ സംവിധാനത്തിലൊക്കെ ഇടപെടാൻ അവർ ശ്രമിക്കുന്നത് എന്തിനാ? അവർ ശ്രമിക്കുന്നത് ഈ മതരാഷ്ട്രവാദം സ്ഥാപിക്കാനാണ്. അങ്ങനെ വരുന്ന സമയത്ത്, ഒരു രാഷ്ട്രീയ പാർട്ടിയായി അവർ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരെ നമ്മൾ വിലയിരുത്തും. ആ വിലയിരുത്തുന്ന സമയത്ത് തന്നെയാണ് ഇവരുടെ നേതാക്കന്മാർ, എന്തിനിവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരണോ? നിങ്ങളെ കേൾപ്പിക്കുമോ? നിങ്ങൾ പറയുന്നില്ലല്ലോ. എന്താ പറയാത്ത? നിങ്ങളെ കയ്യിലില്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾ കാണിക്കാത്തതുകൊണ്ടാ. ഈ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഈ സ്ഥാനാർത്ഥി പറയുന്ന വീഡിയോ ഉണ്ട്. ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇന്ന് എങ്ങനെയെങ്കിലും അധികാരം കിട്ടണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന, നേരത്തെ പറഞ്ഞതെല്ലാം വിഴുങ്ങുന്ന KM ഷാജി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ കേരളത്തിലെ ഈ നേതാക്കന്മാരെല്ലാം, UDF നേതാക്കന്മാർ നിങ്ങൾക്കും പറയാലോ. നിങ്ങൾക്ക് ശ്രീരാമകൃഷ്ണന്റെ ഞാനൊന്നും പറയട്ടെ, അല്ല അങ്ങനെ ഒറ്റ കാര്യം പറയാൻ സൗകര്യമില്ല. ഒറ്റ കാര്യം പറയാനൊന്നും സൗകര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ ഒരു കഷണം വാർത്ത എടുത്ത് പറഞ്ഞ് അത് പറയൂ ഇത് പറയൂ എന്ന് പറയാൻ സൗകര്യമില്ല. നിങ്ങളോട് പറയാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ പറ, മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന, അതെ, ഏത് വാർത്താ സമ്മേളനമായാലും അതിന്റെ ഒരു കഷണം നിങ്ങളോട് എഡിറ്റോറിയൽ വായിക്കാൻ പറഞ്ഞിട്ട് പൂർണ്ണമായി വായിക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് മതസംഘടനയാണ് എന്നുള്ളതല്ല. അല്ല, നിങ്ങളുടെ കേട്ട വലിയ വിപ്ലവമാണല്ലോ. നിങ്ങൾ വലിയ വിപ്ലവം നടത്തുന്ന ആളാണല്ലോ. ഇവിടെ തോന്നിയതുപോലെ VD സതീശന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. ഇന്ന് VD സതീശൻ പറഞ്ഞോണ്ട് നിങ്ങളുടെ VD സതീശൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കാം. അല്ല, ഉത്തരമുട്ടൊന്നുമില്ല, ഒരു ഉത്തരമുട്ടൊന്നുമില്ല. ഞാൻ പൂർണ്ണമായിട്ടും പറയാം. എന്നെ പറയാൻ അനുവദിച്ചാൽ മതി. ഇടക്കിടക്ക് കയറി ഇങ്ങനെ ചൊറിയണ്ട. ഇടക്കിടക്ക് ഇങ്ങനെ കയറി ചൊറിഞ്ഞോടുക്കൽ. എന്നെ പറയാൻ സമ്മതിച്ചാൽ നിങ്ങൾ പറയാൻ സമ്മതിക്കാത്ത ചർച്ചയിൽ നിങ്ങൾ മാന്യമായി പറയണം. നിങ്ങളും മാന്യമായി മറുപടി പറയണം. നിങ്ങൾ മാന്യമായി ചോദ്യം ചോദിക്കണം. നിങ്ങൾ മാന്യമായ സമീപനം സ്വീകരിക്കണം. VD സതീശൻ ഇന്ന് മതരാഷ്ട്രവാദത്തിൽ നിന്ന് ഈ ജമാഅത്തെ ഇസ്ലാമി പുറകോട്ട് പോയി ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് ഞങ്ങൾ എവിടെയും സ്മൃതി, ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ, ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നതിനാ? VD സതീശൻ ഇന്ന് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് അസ്വസ്ഥതയില്ലേ? ആർക്കാ കാണാത്തത്? നിങ്ങൾക്ക് തന്നെ അസ്വസ്ഥത. നിങ്ങളുടെ ഇത്രയും കാലത്തെ നിങ്ങളുടെ പത്രപ്രവർത്തനം നിങ്ങൾ എടുത്തു നോക്ക്. അസ്വസ്ഥത മാത്രമേ നിങ്ങളുടെ മുഖത്തുള്ളൂ. ആളുകൾ ഇങ്ങനെ വിലയിരുത്തുന്ന ഒരു പ്രവർത്തക, ഒരു മാധ്യമ പ്രവർത്തക ആർക്കറിയാത്തത്? നിങ്ങളുടെ ചാനൽ ഡിബേറ്റിൽ തന്നെ നിങ്ങൾ കേൾക്കുന്നല്ലേ? എന്നാൽ ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരു 2 മിനിറ്റ് എങ്കിലും എനിക്ക് താ. ഒരു 2 മിനിറ്റ്. നിങ്ങളൊരു വിഷയമാണ്. ബോധപൂർവമായി ചർച്ചയെയും ഇവിടെയുള്ള അജണ്ടകളെയും എല്ലാം VD സതീശൻ അനുകൂലമാക്കി കൊണ്ടുപോകാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും. നടക്കില്ല. പക്ഷേ എനിക്കൊരു 2 മിനിറ്റ് താ. 2 മിനിറ്റ് ഞാനും പറയട്ടെ. ഇന്നത്തെ ചർച്ച എന്താ? പ്രധാനമായിട്ടും ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല, അവരതിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് VD സതീശൻ പറയാ. ഒരു പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് പറയാ. അതല്ലേ ചർച്ച ചെയ്യേണ്ടത്? ഇവിടെ ഏതെങ്കിലും സമയത്ത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അവർ നേരത്തെ മതസംഘടനയായി പ്രവർത്തിച്ചവരാണ്. മതസംഘടനകളായി മാത്രം പ്രവർത്തിച്ചവരാണ്. ആ സമയത്ത് അവരുടേതായ നിലപാടുകൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറയും, അവർ പിന്തുണ കൊടുക്കും. എന്നാൽ അവരിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായി, ഈ മതരാഷ്ട്രവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി മുന്നോട്ട് വരുന്നവരാ.
അങ്ങനെ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഈ മൗദൂദിയെ തള്ളി പറയാൻ അവർ തയ്യാറായിട്ടുണ്ടോ? ഞങ്ങൾ മതരാഷ്ട്രവാദികളല്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയേണ്ടതിന് പകരം VD സതീശൻ പറയുന്ന സാഹചര്യമുണ്ടായി. അതിനെയല്ലേ ഈ കേരളം ചർച്ച ചെയ്യേണ്ടത്? ഇങ്ങനെ ഈ മതരാഷ്ട്രവാദം മുന്നോട്ട് വെച്ച് ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയും മറുഭാഗത്ത് RSSും പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തിന് ആക്കം കൂട്ടില്ലേ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഇങ്ങനെയുള്ള സകലരും കൂടി ചേർന്ന് ഒരു ഭാഗത്ത് അണിനിരക്കട്ടെ, അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വർഗീയവാദികളുടെ കേന്ദ്രീകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ചിട്ടും അതിനെല്ലാം മറികടക്കാൻ ഈ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മതനിരപേക്ഷ ബോധ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളിപ്പോ കുറിച്ച് ഞാൻ അവസാന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ തമിഴ്നാട് പോലീസിന് പിടിച്ചുകൊടുത്തു എന്നുള്ളത് ഒരു നേട്ടമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പീഡിത പാർട്ടിയായി മാറുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. ഇപ്പോൾ അബ്ദുൽ നാസർ മാതിരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ആ മനുഷ്യരെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ തർക്കവുമില്ല. വിചാരണ കൂടാതെ തടവിൽ കഴിഞ്ഞ നേതാവ് അബ്ദുൽ നാസർ മാതിരി സംശയമില്ല. പക്ഷെ ആ സംവിധാനം PDP എന്ന സംവിധാനം ആ നിലയ്ക്കാണോ പ്രവർത്തിക്കുന്നത്? PDP ഇന്ന് പ്രവർത്തിക്കുന്നത് സെക്കുലർ നിലപാട് മുറുകെ പിടിച്ച് തന്നെയാണ്. അതിനെന്താ തർക്കം? അവര് നേരത്തെ വർഗീയമായ പ്രസംഗങ്ങൾ ഈ തീവ്രമായ അതാ ഞാൻ പറയുന്നത്. PDPയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം നമുക്കറിയാലോ. നിങ്ങൾ പറഞ്ഞതുപോലെ EK നായനാർ തന്നെ ആ മുഖ്യമന്ത്രി അന്ന്. എന്നാൽ അതുവരെ ഈ തീവ്രമായി ഈ നാട്ടിലാകെ പ്രസംഗിച്ച് ആരോഗ്യമുള്ള സമയത്ത് അദ്ദേഹം പ്രസംഗിച്ച ആ പ്രസംഗങ്ങളുടെ സമയത്തെല്ലാം അവർ പിന്തുണ കൊടുത്തത് UDF-ന് വേണ്ടി പ്രവർത്തിച്ചവരവര്. അന്ന് ഞങ്ങൾ അതിനെ എതിർത്തതാ. അത് തെറ്റാണെന്ന് പറഞ്ഞവരാ. വൈകാരികമായി മുസ്ലിം സമുദായത്തെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞവരാ ഞങ്ങള്, ഒരു സമുദായത്തെയും. എന്നാൽ പിന്നീട് അദ്ദേഹം തിരുത്തി, അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു, എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, എന്റെ പ്രസംഗങ്ങളിൽ അപകടമുണ്ടായിട്ടുണ്ട്, ഞാൻ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. PDPയുടെ നേതാക്കന്മാർ ആവർത്തിച്ച് പറഞ്ഞു, ഞങ്ങൾ സെക്കുലർ പാർട്ടിയാണ്, ഞങ്ങൾക്ക് മതരാഷ്ട്രവാദമില്ല. PDP എന്തെങ്കിലും മതരാഷ്ട്രവാദത്തിന്റെ ഒരു കണിക പോലും പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആവർത്തിച്ച് പറയുന്നത് അവരുടെ നിലപാടുകൾ എന്താണ്? മതരാഷ്ട്രവാദത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഈ മൗദൂദിയുടെ അങ്ങനെ നടക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, അല്ല മതരാഷ്ട്രവാദത്തിന് വേണ്ടി അവർ സംസാരിച്ചു എന്ന് കരുതി അവരെ നമുക്ക് പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, മതരാഷ്ട്രവാദം പറയുന്നു എന്ന് കരുതി അല്ല ഇവർക്ക് വേണ്ടി പെട്ടെന്ന് മതരാഷ്ട്രവാദം പ്രസംഗിക്കാൻ തുടങ്ങി. ശരി, സമയം പോവുകയാണ്. PK നവാസിലേക്ക്. PK നവാസ്, നിങ്ങളെ പ്രതിരോധത്തിൽ സാധാരണ അങ്ങാടിയിലെ പച്ചപ്പടക്കാരുടെ നിലവാരമില്ലാതായിപ്പോ സ്മൃതിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ പച്ചപ്പടക്ക് വേണ്ടിയിട്ടാണോ ആർക്കാ വേണ്ടിയിട്ടാണോ? നിങ്ങളെ നിലവാരം അളക്കേണ്ടി വരും. അങ്ങനെ നിലവാരം അളക്കേണ്ടി വരും. നിങ്ങളെ നിലവാരം അളക്കേണ്ടി വരും. അങ്ങനെ നിലവാരം അളക്കേണ്ടി വരും. PK നവാസ് ഇപ്പൊ പ്രേക്ഷകർ കേൾക്കണം. ഈ നവാസ് പറയുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ PK നവാസ് പറയുമ്പോ പ്രേക്ഷകർക്ക് ഞാനിതാ അഡ്വാൻസ് ആയി ഒരു ആശംസ പ്രസംഗം നടത്താൻ പൂർണ്ണമായും PK നവാസിലേക്കാണ്. താങ്കൾക്കാണ് ഞാൻ ഇത്രയും നേരം സമയം തന്നത് കേട്ടോ. 7:19 അനാവശ്യം പറയരുത്, ഈ രൂപത്തിൽ സംസാരിക്കരുത്. നവാസ്, ഇത്രയും സമയം നവാസിന് കിട്ടില്ല. നവാസിന് പറയാനുള്ള കാര്യം, ആര്യടൻ ഷൗക്കത്ത്, ആര്യടൻ മുഹമ്മദ്, ഈ രണ്ട് നേതാക്കളും ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയ പ്രതികരണങ്ങളും ഇവിടെ പിണറായി വിജയന്റെയും പാലോളിയുടെയും ശ്രീരാമകൃഷ്ണന്റെയും പ്രതികരണങ്ങൾ പോലെ തന്നെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എത്രത്തോളം അപകടകരമാണ് എന്ന രീതിയിൽ നേരത്തെ പറഞ്ഞവരാണ്. അപ്പോൾ അവരുടെ പിന്തുണ നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ കിട്ടുമെന്ന് പറയുമ്പോൾ ആര്യടൻ ഷൗക്കത്തിന് എങ്ങനെ കിട്ടും? നിങ്ങൾ ഈ പിന്തുണ ഇപ്പോൾ വാങ്ങുന്നത് ഒരു വർഗീയ മുന്നണിയാകിക്കൊണ്ടാണ് എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. അതിനെന്താണ് മറുപടി? സ്മൃതി, ആദ്യം ഒരു 20 മിനിറ്റ് സമയമാണ് ശ്രീ വസീഫിന് കൊടുത്തത്. തർക്കമാണ്, അറിയാം.
എനിക്ക് 20 മിനിറ്റ് ഒന്നും വേണ്ട, അവശേഷിക്കുന്ന ഒരു 10 മിനിറ്റ് എനിക്ക് തന്നാൽ മതി. സെക്കൻഡ് റൗണ്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഞാൻ ശ്രീ വസീഫ് പറയുന്നത് ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ പ്രസംഗിക്കാൻ അനുവദിക്കുന്നതാണല്ലോ. ഞാൻ വസീഫിനൊരു ഒരു അവസരം തരികയാണ്. ഞാൻ എപ്പോൾ സംസാരിക്കുമ്പോഴും താങ്കൾ ആവശ്യപ്പെട്ടാൽ ഇടപെടാനുള്ള അവസരം തന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സ്മൃതിയുടെ ഫോണിലേക്ക് ഞാനൊരു ചിത്രം അയച്ചിട്ടുണ്ട്. ഞാൻ ആ ചിത്രം ഇവിടെ കാണിക്കാം. ആ ചിത്രം സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണം നടക്കുകയാണ്. ബുദ്ധദേവ് ഭട്ടാചാര്യൻ സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണം ഈ കഴിഞ്ഞ 2024 ഡിസംബർ മാസം അതിൽ സംസാരിക്കുന്ന ഒരാളുടെ ചിത്രമാണ് ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചത്. അയാളുടെ പേര് ജമാഅത്തെ ഇസ്ലാമിയുടെ അവിടുത്തെ അമീർ നസീമുദ്ദീൻ എന്നാണ്. ഭയങ്കര തീവ്രവാദ സംഘടനയാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. 4 മാസം മുമ്പ് 2024 ഡിസംബർ മാസം നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരിയുടെയും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ അനുസ്മരണ സമ്മേളനത്തിൽ അനുസ്മരിക്കാനെത്തിയത് അവിടുത്തെ രാജസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ നസീമുദ്ദീനാണ്. നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും പിന്നെ വസീഫിനെ ഓർമ്മപ്പെടുത്താം. ഇനി അത് കഴിഞ്ഞാൽ രണ്ടാമത് മറ്റൊരു ഫോട്ടോ കൂടി സ്മൃതി നിങ്ങളുടെ ഡയലോഗ് അടിച്ചോണ്ട് പറഞ്ഞപ്പോഴും കേരളത്തിന്റെ പുറത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി ആർക്കെങ്കിലും അറിയോ? ഇവരുടെ മതരാഷ്ട്രവാദത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു വയൽ നടത്താറുണ്ടോ? എന്റെ മൈക്ക് ഓഫ് ആണോ? എന്തൊക്കെയാ പറയണേ നവാസെ? നീ പറ. കേരളത്തിന്റെ പുറത്ത് കേൾക്കാം. ഓക്കെ, ക്ലിയർ. എനിക്ക് ബോധ്യപ്പെട്ടു. വസീഫിന്റെ ചോദ്യം എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ പറയാം വസീഫ്, എന്റെ ചോദ്യം ബോധ്യപ്പെട്ടു. വസീഫ് ചോദിച്ചത് കേരളത്തിന്റെ പുറത്ത് ജമാഅത്തെ ഇസ്ലാമി ആണോ എന്ന് അറിയില്ല, അതുകൊണ്ട് അറിയാതെ ഈ നസീമുദ്ദീൻ വന്ന് സംസാരിച്ചതാവും. ആയിക്കോട്ടെ, ഒരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി അനുസ്മരണ ചടങ്ങിൽ ജമാഅത്തെ ഇസ്ലാമി ആണോ എന്ന് അറിയാതെ ഒരാൾ വന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ ചിത്രമായിരിക്കാം. ഓക്കെ, ഞാൻ രണ്ടാമതൊരു സ്ക്രീൻഷോട്ട് ബഹുമാനപ്പെട്ട സ്മൃതി നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. അത് സെപ്റ്റംബർ മാസം 16-ാം തീയതി ഈ പരിപാടി കഴിഞ്ഞ് തൊട്ട് പിറ്റേന്ന് CPM രാജസ്ഥാനിലെ ഫേസ്ബുക്ക് പേജാണ്. ആ ഫേസ്ബുക്ക് പേജിൽ പങ്കെടുത്തവരുടെ പേര് പറയുന്നുണ്ട്. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജാണ്, അതിൽ പങ്കെടുത്തവരുടെ പേര് പറയുന്നുണ്ട്, കുറേ ആളുകളുടെ പേര് പറയുന്നു. എന്നിട്ട് പറയാണ് JNU ക്ലാസ്മേറ്റ്, ആരുടെ ഈ സീതാറാം യെച്ചൂരിയുടെ ക്ലാസ്മേറ്റ് ശർമ്മ പങ്കെടുത്തു, സീനിയർ ജേർണലിസ്റ്റ് ഓം ഷൈനി ഇസ്ലാമി ഹിന്ദ് രാജസ്ഥാൻ. അറിയാത്ത കുഴപ്പമല്ല, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് രാജസ്ഥാൻ സംസ്ഥാന കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജാണ്. ഞാൻ സ്മൃതിക്ക് അയച്ചിട്ടുണ്ട്. വസീഫിന് സംശയം ഉണ്ടെങ്കിൽ അതുകൂടി അയച്ചു കൊടുക്കണം. ഇനി വസീഫിന് ചോദ്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഘട്ടത്തിൽ ഞാൻ അടുത്തയിലേക്ക് വരാം. ഞാൻ മറ്റൊരു കാര്യം കൂടി കാണിക്കാം ശ്രീ വസീഫ്. തമിഴ്നാട് വഴങ്ങുന്നില്ലെന്നേ. നിങ്ങൾക്ക് ഉത്തരമില്ലാതിരിക്കുമ്പോ നിങ്ങൾ തുടക്കത്തിൽ എന്റെ ചോദ്യത്തിന് മറുപടി വേണേ. ശരി, ഞാൻ വരാം. ഞാൻ അതിലേക്കൊക്കെ വരാം. എനിക്ക് വസീഫിനെ പോലെ അസ്വസ്ഥതയോ അല്ലെങ്കിൽ സ്മൃതിയെ തെറി വിളിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാൻ ഇവിടെ ഏത് ചോദ്യത്തിനും മറുപടി പറയും. ഇനി വസീഫിന് ഫേസ്ബുക്ക് പേജ് പറഞ്ഞു അത് ഫേക്ക് ആണോ അല്ലെന്ന് പറഞ്ഞാൽ ഇന്ന് ചെക്ക് ചെയ്തതാണ്, ഒന്ന് ചെക്ക് ചെയ്തു ഈ സമയത്തിനിടയ്ക്ക്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. സ്മൃതിയുടെ ഫോണിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. ഇത് PR നടരാജൻ, രാജ്യത്തിന്റെ പാർലമെന്റ് മെമ്പർമാരുടെ ലിസ്റ്റ് എടുത്താൽ കോയമ്പത്തൂരിൽ നിന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രം ജയിച്ചിട്ടുള്ള CPMന്റെ പ്രതിനിധിയാണ് 2019. ഒന്ന് ലോകസഭാംഗങ്ങളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ഇദ്ദേഹത്തെ കാണാം. ഇത് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജാണ്. 21 മാർച്ച് 2019 സ്മൃതിക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. അദ്ദേഹം വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ പോയിട്ട് പിന്തുണ പ്രഖ്യാപിച്ചതിന് നന്ദി പറഞ്ഞിട്ട് ഷോൾ അണിയിക്കുന്ന ചിത്രമാണ്. ഇതും ഫേക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അത് ഇപ്പോഴും ഉണ്ട്, ഞാനത് കണ്ടതാണ്. ഇനിയും കാണിക്കണോ? ഇനിയും എത്രയും ചിത്രങ്ങൾ കാണിക്കാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് നിങ്ങളുടെ രാജസ്ഥാനിലെ RRM എന്ന് പറയുന്ന നിങ്ങളുടെ പാർലമെന്റ് മെമ്പറാണ്. ആ പാർലമെന്റ് മെമ്പറുടെ വലതുഭാഗത്തിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ നസീമുദ്ദീൻ എന്ന് പറയുന്ന അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചെയർമാൻ, അവിടുത്തെ അമീറാണ്. ഇനി അതൊക്കെ പോട്ടെ, എൻ്റെ പ്രിയപ്പെട്ട വസീഫ്, നിങ്ങൾ തിരുവമ്പാടിക്കാരനാണല്ലോ. വസീഫ് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലാണല്ലോ. ഇവിടെ വന്നിരുന്ന് ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ വിമർശിക്കുമ്പോൾ തിരുവമ്പാടിയിലെ ജനങ്ങൾ നിങ്ങളെങ്ങനെ വിലയിരുത്തും?
അത് വസീഫ് ആലോചിക്കണ്ടേ? നിങ്ങൾ ജീവിക്കുന്ന മണ്ണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊടിയത്തൂരാണ്, തൊട്ടടുത്ത് മുക്കമുണ്ട്, അത് ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന തിരുവമ്പാടി. ചിത്രം ഞാൻ അയക്കാം. ഇത് തിരുവമ്പാടി മണ്ഡലത്തിലെ മുക്കം മുനിസിപ്പാലിറ്റി ആകുന്നതിൻ്റെ തൊട്ട് മുൻപ് മുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരണം കൊടുത്ത ചിത്രമാണ്. സ്മൃതി, ഞാൻ നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാർ ഇവർ ഒരുമിച്ച് കൊടി പിടിച്ച് നിൽക്കാൻ. ഇതിന് വീഡിയോ വേണോ? എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ശേഖരിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പോട്ടെന്നേ, കൊടിയത്തൂർ പഞ്ചായത്ത്, താങ്കളുടെ പഞ്ചായത്തിൽ, കൊടിയത്തൂർ പഞ്ചായത്തിൽ നിങ്ങൾ ഒരുമിച്ചല്ലേ മത്സരിച്ചത്? വല്ല സംശയമുണ്ടോ? തൊട്ടപ്പുറത്ത്, താങ്കൾക്കൊന്ന് നോക്കിയാൽ കാണാതെ തൊട്ടപ്പുറത്ത് ഓമശ്ശേരി പഞ്ചായത്തിൽ ഇത് LDFന്റെ പ്രചരണ പോസ്റ്ററാണ്. മുകളിൽ ഒരു വാചകമുണ്ട്. എന്താ വാചകം? വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ, പിന്തുണയോട് മത്സരിക്കുന്ന LDFന്റെ സ്വതന്ത്ര സ്ഥാനത്ത് ഭാസ്കരൻ മാസ്റ്റർ എന്ന് വെച്ചാൽ ഇല്ലടപെടാൻ സമ്മതിക്കുന്നില്ല. എന്ന് വെച്ചാൽ താങ്കൾ നിൽക്കുന്ന താങ്കളുടെ മണ്ണ് കൊടിയത്തൂർ പഞ്ചായത്ത്, താങ്കളുടെ മണ്ഡലത്തിലെ കൊട്ടപ്പുറത്ത് മുക്കം മുനിസിപ്പാലിറ്റി, അവിടെ ചെയർപേഴ്സൺ ആയതിന്റെ വീഡിയോ നിങ്ങൾ ഒരുമിച്ച് കൊടി പിടിച്ച്, വെൽഫെയർ പാർട്ടിയുടെയും CPMന്റെയും കൊടി പിടിച്ച് നിങ്ങൾ പ്രകടനം നടത്തുന്ന വീഡിയോ ഞാൻ കാണിച്ചത്. ഇനി ഇതൊക്കെ പോരെ, നിങ്ങളുടെ പാർലമെന്റ് മെമ്പർ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ്, ആ പാർലമെന്റ് മെമ്പർ എനിക്ക് വോട്ട് ചെയ്തതിന് നന്ദി പറഞ്ഞ് ഷോൾ അണിയിക്കുന്ന കാര്യം, പാർലമെന്റ് മെമ്പറുടെ ഫേസ്ബുക്ക് പേജ്, എന്റെ ഫേസ്ബുക്ക് പേജ് അല്ല കേട്ടോ, നിങ്ങളുടെ പാർലമെന്റ് മെമ്പറുടെ ഫേസ്ബുക്ക് പേജ്. ഇനി പോട്ടെ, രാജസ്ഥാനിലെ CPMന്റെ പാർട്ടി നിങ്ങൾ സീതാറാം യെച്ചൂരിയുടെയും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെയും അനുസ്മരണം നടത്തുമ്പോൾ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചെയർമാൻ, അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ നസീമുദ്ദീൻ വന്ന് നിൽക്കുമ്പോൾ ഏതെങ്കിലും പത്രമല്ല കേട്ടോ, റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തയല്ല, ഏതെങ്കിലും ഞങ്ങളുടെ ചന്ദ്രിക പത്രത്തിന്റെ വാർത്തയല്ല, പിന്നെയോ നിങ്ങൾ രാജസ്ഥാനിലെ ഫേസ്ബുക്ക് പേജ്, ആ പേജിൽ എഴുതി വെക്കാൻ നസീമുദ്ദീൻ അമീർ ജമാഅത്തെ ഇസ്ലാമി ഓഫ് ഹിന്ദ്. അപ്പോൾ ശ്രീ ബഹുമാനപ്പെട്ട വസീഫെ, പ്രതികരണങ്ങളാണ് ഇപ്പോൾ PK ഫിറോസ് നടത്തിയ പ്രതികരണമുണ്ട്. ഈ പറയുന്ന സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ നടത്തിയ പ്രതികരണമുണ്ട്. ആര്യാട് മുഹമ്മദ് എടുത്ത നിലപാടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയും ചോദ്യം ചെയ്യപ്പെടും. ഇപ്പോൾ നേരത്തെ പിണറായി വിജയൻ നടത്തിയ പ്രതികരണങ്ങൾ പോലെ തന്നെ നേരത്തെ നിങ്ങളുടെ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളുമുണ്ട്. ഓക്കെ, ഇനി അതിനെനിക്ക് 2 മിനിറ്റ് സമയം എന്താ ഞാൻ പറയാം. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമി 1991 അബുലൈല മൗലൂദി, ഞാൻ പറയട്ടെ, എനിക്ക് 27 ആയുള്ളൊരു 3 മിനിറ്റ് സമയമുണ്ടല്ലോ. 1941 അബുലാല മൗലൂദിന്റെ നേതൃത്വത്തിലാണല്ലോ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകുന്നത്. 1941 48 ആദ്യമായി മൗലാന അബുലൈസിന്റെ നേതൃത്വത്തിൽ അവർ സംഘടനയെ ജമാഅത്തെ ഇസ്ലാമി ഓഫ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ അവർ അറിയപ്പെട്ടു. അന്ന് അവർ തീരുമാനിച്ചെന്താ, ഞങ്ങൾ ഇലക്ഷനിൽ ഇടപെടില്ല, ഞങ്ങൾ ഗവൺമെന്റ് ജോലി വേണ്ട, ഞങ്ങൾക്കൊരു മതരാഷ്ട്രം ഉണ്ടാക്കണം, ഒത്തുമത്തെ ഹിലാഹിയാണ് ഞങ്ങളുടെ ആശയം. അന്ന് ഇവർ രാഷ്ട്രീയത്തിൽ വന്നില്ല. നേരത്തെ ശ്രദ്ധിക്കണേ, നേരത്തെ വസീഫ് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഇവർ രാഷ്ട്രീയ പാർട്ടി ആയത് മുതൽ ഞങ്ങൾ അവരുമായി ഫൈറ്റിലാണ്. ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്. അവർ രാഷ്ട്രീയത്തിൽ വരാത്ത കാലത്ത് മുസ്ലിം സമുദായത്തിന്റെ അംഗങ്ങളെ തെറ്റായി ധരിപ്പിക്കുന്നു. ഞങ്ങൾ അവരോട് ഏറ്റുമുട്ടി. മൗദൂദിയൻ ആശയമല്ല മുസ്ലിം ലീഗിന്റെ ആശയം. ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. അന്ന് അവർ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല, അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നിട്ടില്ല. എന്തിനാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തവരോട് ഞങ്ങൾ ഏറ്റുമുട്ടേണ്ടി വന്നത്? ആശയപരമായ പോരാട്ടമായിരുന്നു. അന്ന് മുതൽ 1975, 76, 77 കാലഘട്ടങ്ങളിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആദ്യമായി ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. 1948 മുതൽ 1978 വരെ 30 വർഷം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമി, വോട്ട് ചെയ്യാത്ത ജമാഅത്തെ ഇസ്ലാമി, ഞങ്ങൾ അവരുമായി നിരന്തരം ഏറ്റുമുട്ടി. ആശയപരമായ പോരാട്ടമാണ്. എന്താ കാരണം? മതരാഷ്ട്രം എന്ന ആശയത്തെ അവർ ഉയർത്തിപ്പിടിച്ചു വന്നതാണ്. അതിനുശേഷം 1978 ആദ്യമായി അവർ പിന്തുണ പ്രഖ്യാപിച്ചു. കേരളത്തിൽ CPMനാണ് അവർ പിന്തുണ പ്രഖ്യാപിച്ചത്. ആ 1978 മുതൽ 2007 വരെ, കൃത്യമായി പറഞ്ഞാൽ 31 വർഷം CPMന് അവർ പിന്തുണ പ്രഖ്യാപിച്ചു. ആ കാലത്തും അവർ ആശയത്തിൽ മാറ്റം വരുത്തിയെന്ന് അവരാരും പറഞ്ഞതായി നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ 2007 വെച്ച് ഞാൻ പറയാം സ്മൃതി, ഞാൻ അതിലേക്കൊക്കെ വരാം, എനിക്ക് ഉത്തരവുണ്ട്, ഞാൻ പറയട്ടെ. 2007 കണ്ണൂർ പ്ലസ് ക്ലബിൽ വെച്ച് T ആരിഫ് അലി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ആ പറയുന്ന ഹുത്തുമത്തെ ഹിലായി ആശയം എന്ന് പറയുന്ന മതരാഷ്ട്ര ആശയം അത് ഞങ്ങൾക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. 2008 പ്രബോധനത്തിന്റെ ലേഖനം നമ്മുടെ മുമ്പിലുണ്ട്. T ആരിഫ് അലി, അന്നത്തെ അമീർ, ലേഖനം എഴുതി ആ ആശയം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. 2010 വെൽഫെയർ പാർട്ടി ഉണ്ടാക്കി. ആ 2010 മുതൽ 2007 മുതൽ 2019 വരെ നീണ്ട 12 വർഷക്കാലം ആരുടെ കൂടെയാണ് നിന്നത്? ഇവർ മൂല്യം നോക്കിയിട്ട് CPMന് പിന്തുണ പ്രഖ്യാപിച്ചു. മൂല്യം നോക്കുമെന്ന് പറഞ്ഞു CPM പിന്തുണ പ്രഖ്യാപിച്ചു. അതാണ് നേരത്തെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ വീഡിയോ നിങ്ങൾ കാണിച്ചത്. 2019 മുതൽ അവർ UDFന് പിന്തുണ തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇവർ രാഷ്ട്രീയ പാർട്ടി ആവാതിരുന്ന കാലത്ത് എതിർത്തത് ഞങ്ങൾ 31 വർഷക്കാലം. അവർ രാഷ്ട്രീയ പാർട്ടി ആയ ശേഷം നീണ്ട 42 കൊല്ലം അവർ പിന്തുണ പ്രഖ്യാപിച്ചത് LDFന്. 6 കൊല്ലമാണ് UDFന് പ്രഖ്യാപിച്ചത്. ആ 6 കൊല്ലം UDFന് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ കൃത്യമായി 2007 8 അവർ പറഞ്ഞു, 7 പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞു, 8 ലേഖനം എഴുതി
ഞങ്ങൾക്ക് മതരാഷ്ട്രവാദ ആശയമില്ല. അത് പിണറായി വിജയൻ എൻഡോസ് ചെയ്തുകൊണ്ട് പറയുന്ന വീഡിയോ ഇപ്പോൾ സ്മൃതി നേരത്തെ കേൾപ്പിച്ചല്ലോ. അപ്പോൾ അതിനുശേഷമാണ് UDF അവരുമായി രാഷ്ട്രീയമായി അവരുടെ പിന്തുണയെ ഞങ്ങൾ സ്വീകരിച്ചത് 2019 മുതൽ. എന്ന് വെച്ചാൽ മതരാഷ്ട്രം എന്ന് പറയുന്ന വാദം ഉള്ള കാലത്തും അവർ പിന്തുണ CPM സ്വീകരിച്ചു, ഇല്ലാത്ത കാലത്തും അവർ പിന്തുണ സ്വീകരിച്ചു, രാഷ്ട്രീയ അഭയം നൽകി. ഞങ്ങളത് ചെയ്തില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. PDPയുടെ പിന്തുണയെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ഇവിടെ നേരത്തെ അദ്ദേഹം പറഞ്ഞു PDP പീഡിതരുടെ പാർട്ടിയാണ്. ശരിയാണ്, അബ്ദുൽ നാസർ മദനി പീഡിപ്പിക്കപ്പെട്ട ഒരാളെന്ന് വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ നമുക്ക് പറയണം, രാഷ്ട്രീയം പറയണമല്ലോ. RSSന് പകരം ISS അതായിരുന്നില്ലേ അബ്ദുൽ നാസർ മദനി വിളിച്ച മുദ്രാവാക്യം? 88കളുടെ അവസാനത്തിൽ രഥയാത്ര നടക്കുമ്പോൾ ബാബരി മസ്ജിദ് തകർച്ചയുടെ ഘട്ടത്തിലേക്ക് എത്തുന്നു. അവിടെ ഏറ്റുമുട്ടലുണ്ടാകുന്നു, കലാപം ഉണ്ടാകുന്നു. അന്ന് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. ഞങ്ങളുടെ നേതാവ് അഭിമന്യനായ ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഇതാ ഇവിടെ ഒരു അമ്പലത്തിന്റെ കല്ല് ഓട് പോലും പൊളിഞ്ഞു പോകരുത്. ആ സമയത്ത് അബ്ദുൽ നാസർ മദനി പാണക്കാട് വന്ന് സമ്മേളനം നടത്തി, മലപ്പുറത്ത് വന്ന് കറുത്ത കോട്ടിട്ടുണ്ട് ആളുകൾക്കിടയിൽ സമ്മേളനം നടത്തി പറഞ്ഞു, പാണക്കാട് അപൂർണത വന്നാൽ എന്റെ സംസാരം തെറ്റിദ്ധരിക്കപ്പെടും. സ്മൃതി, എന്റെ ചർച്ച എന്റെ വാക്ക് അപൂർണത വന്നാൽ തെറ്റിദ്ധരിക്കപ്പെടും. ഒരു മിനിറ്റ് കൊണ്ട് പാണക്കാട് തങ്ങൾ അങ്ങനെ ഉറക്കുകയാണ്, ചെറുപ്പക്കാരെ ഉറക്കിക്കെടുക്കുകയാണ് എന്ന് പറഞ്ഞ ശേഷം 1992 ISSനെ നിരോധിച്ചു. ഞാനൊന്ന് പറയട്ടെ വസീഫ്, ISSനെ നിരോധിച്ചു. എന്നിട്ടാണ് PDP ഉണ്ടാക്കിയത്. അപ്പോഴാണ് PDP വരുന്നത്. PDP ആദ്യമായി തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറഞ്ഞത് എവിടെയാണ്? 1994 ഗുരുവായൂർ തിരഞ്ഞെടുപ്പ്. MP അബ്ദുൽ സമദ് സമദാനിക്കെതിരെ അവർ രാഷ്ട്രീയം പറഞ്ഞു. ഞാൻ പറയട്ടെ, അതിനുശേഷം അപ്പോഴും ഉണ്ടായില്ലല്ലോ, അപ്പോഴും തിരുത്തിയിട്ടില്ല. അതിനുശേഷം ഈ പറയുന്ന നായനാർ സർക്കാർ അദ്ദേഹത്തെ പിടിച്ച് തമിഴ്നാട് സർക്കാരിന് കൊടുത്തു. 9 കൊല്ലം ജയിൽവാസം അനുഭവിച്ചു. PRD നായനാർ സർക്കാർ ഭരണ നേട്ടമുണ്ടെന്ന് പറഞ്ഞു PRDയുടെ റിപ്പോർട്ട് പുറത്തിറങ്ങില്ലേ? അവിടെ ഭരണത്തിന്റെ നേട്ടമായി ചിത്രീകരിച്ചു. അതിനുശേഷം പുറത്ത് വന്നിട്ട് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റി, എന്റെ വികാരം വിവേകത്തെ കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞങ്ങൾ അബ്ദുൽ നാസർ മദനിയോടൊപ്പമാണ്. ആ പാക്ക് പറഞ്ഞത് മുതൽ ഞങ്ങൾ അബ്ദുൽ നാസർ മദനിയോടൊപ്പമാണ്. മതരാഷ്ട്രമില്ല എന്ന് വെൽഫെയർ പാർട്ടി പറയുമ്പോൾ ഞങ്ങൾ അവർ എൻഡോസ് ചെയ്യാണ്. പക്ഷേ ഇത് രണ്ടും പറയുന്നതിന് മുൻപ് CPM അവരെ സ്വീകരിച്ചല്ലോ, അവർ സമയം കൊടുത്തല്ലോ. PDPയുടെ ചെയർമാൻ അബ്ദുൽ നാസർ മദനി എന്റെ വികാരം വിവേകത്തെ കീഴ്പ്പെടുത്തിയെന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രസംഗിക്കുന്നത് വരെ അദ്ദേഹത്തിന് ഞങ്ങൾ വിയോജിപ്പുണ്ട്. അന്ന് മുതൽ ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പമാണ്. തെറ്റു തിരുത്താൻ ആർക്കും അവകാശമുണ്ട്. പക്ഷേ വസീഫിന്റെ പാർട്ടി അതിന് മുമ്പും ശേഷവും ആ വോട്ട് യഥേഷ്ടം വാങ്ങി. രണ്ട് മുന്നണികളും വർഗീയ കാർഡ് കളിക്കുന്നു എന്ന് പറയുമ്പോൾ BJP ഏത് കാർഡാണ് കളിക്കുന്നതെന്നാണ് അറിയേണ്ടത്. യുവരാജ് ഗോകുൽ, രണ്ട് മുന്നണികളും വർഗീയ കാർഡ് ഇറക്കുന്നു എന്നാണല്ലോ ഇന്ന് K. സുരേന്ദ്രൻ പറഞ്ഞത്. പക്ഷെ അതേസമയം പറയുന്നു വെള്ളാപ്പള്ളി നിലമ്പൂരിലെത്തി നടത്തിയ പ്രസംഗം അതവിടെ വോട്ടാകുമെന്ന്. അപ്പോൾ അതിൽ വർഗീയതയില്ലേ? സ്മൃതി, ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് ഞാനൊരു കാര്യം, ഇപ്പോൾ ഇവർ രണ്ടുപേരും കാർഡ് ഇറക്കുന്നു എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും അല്ല ഈ പറയുന്ന കാർഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാർഡ് കൃത്യമായിട്ട് കേരളത്തിലെ ടേബിളിൽ ഇറക്കി കളിച്ചുകൊണ്ടിരിക്കുന്നത് റാഡിക്കൽ ഇസ്ലാമാണ്. കാരണം PDP ഒരു വശത്തുനിന്ന് ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി വളരെ കൃത്യമായിട്ട് അപ്പുറത്ത് പോയിട്ട് UDFന് പിന്തുണ കൊടുക്കുന്നു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ വൈറ്റ് വാഷ് അടിക്കുന്ന പരിപാടി സതീശൻ്റെ നേതൃത്വത്തിൽ UDFും, PDPയെ വൈറ്റ് വാഷ് അടിക്കുന്ന പരിപാടി ഇപ്പുറത്ത് CPM-ഉം വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തീവ്രവാദ സംഘടനകൾ വെളുത്ത് കിട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിക്കടി നിലപാട് മാറുന്നതിന്റെ റീസൺ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന്, ഇപ്പോൾ ശ്രീ വസീഫ് അല്ല കംപ്ലീറ്റ് ചെയ്യട്ടെ വസീഫ് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഒന്ന്, ഈ ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഒന്ന്, ശ്രീ പറയട്ടെ പൂർത്തിയാക്കട്ടെ. ശരി, ആയിക്കോട്ടെ. അടിസ്ഥാനമൊക്കെ നമുക്ക് കണ്ടെത്താം. നമുക്ക് അവിടെ നിൽക്കട്ടെ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസീഫ് ഇവിടെ പറയുന്നുണ്ടായിരുന്നു PDPയുടെ നിലപാടൊക്കെ മാറി, PDP പഴയ PDP ഒന്നുമല്ല, ഇപ്പോൾ PDP പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പാവങ്ങളുടെ പാർട്ടിയാണെന്ന്. ഒക്ടോബർ 2024 2010 ഒന്നും അല്ല കേട്ടോ, ഒക്ടോബർ 28 2024 വാർത്തയാണ്, മനോരമയുടെ വാർത്തയാണ്. മനോരമ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വാർത്തയാണ്. ദ മുസ്ലിം ലീഗ് ഈസ് സപ്പോർട്ടിംഗ് ദ കമ്മ്യൂണലിസം ഓഫ് ജമാഅത്തെ ഇസ്ലാമി ആൻഡ് PDP who are demanding the creation of an Islamic state in the country. The recent elections have proved that the ideology of these organizations has usurped the Muslim League secularism. ഈ പറഞ്ഞിരിക്കുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ MV ഗോവിന്ദനാണ്. അദ്ദേഹം PDP, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന രണ്ട് വർഗീയ പാർട്ടികൾ, മതരാഷ്ട്രം ആവശ്യപ്പെടുന്ന രണ്ട് പാർട്ടികൾ, ഈ രണ്ട് പാർട്ടികളും കൂടി മുസ്ലിം ലീഗിന് പിന്തുണ കൊടുത്തിരിക്കുന്നത് അവരുടെ ഫേക്ക് സെക്കുലാറിസത്തിനെയാണ് കാണിക്കുന്നത് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒക്ടോബർ 2024
2024 നിന്ന് 6-7 മാസങ്ങൾ മാത്രം പിന്നിട്ട് ഒരു ജൂൺ 2025 എത്തുമ്പോഴേക്കും എത്ര പെട്ടെന്നാണ് PDP എന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ലാത്തൊരു പാർട്ടിയായിട്ട് CPM-ന് മാറി എന്നുള്ളത് വളരെ അത്ഭുതത്തോടു കൂടി മാത്രം കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും. പിന്നെ ഈ അബ്ദുൽ നാസർ മദനി ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് ഞാൻ വിശുദ്ധനായി, ഞാൻ അങ്ങനെയായി, ഞാൻ ഇങ്ങനെയായി. ഉടൻ തന്നെ എല്ലാവരും കൂടി അങ്ങ് വിശ്വസിച്ച് അദ്ദേഹത്തിനെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് കിടക്കണമെന്നാണോ? ഈ അബ്ദുൽ നാസർ മദനിക്ക് എതിരായിട്ടുള്ള കേസസ് എന്താണ്? അദ്ദേഹത്തിന് മുഴുവൻ കേസുകളിൽ നിന്നും കുറ്റവിമുക്തനാക്കിയോ? അദ്ദേഹത്തിന് ബാംഗ്ലൂരിലുള്ള സീരിയൽ ബ്ലാസ്റ്റ് കേസിൽ നിന്ന് അദ്ദേഹം കുറ്റവിമുക്തനായിട്ടുണ്ടോ വസീഫെ? എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കേരള പോലീസിന്റെ നിലപാട് എന്താണ് ആ വിഷയത്തിൽ? CPM-ന്റെ നിലപാട് തന്നെയാണോ കേരള പോലീസിന്റെ നിലപാട്? അല്ലല്ല, ഞാൻ തടിയന്റെ ഇവിടെ അല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ വസീഫെ. നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ച് അരമണിക്കൂർ ഞാൻ കണ്ടുകൊണ്ടിരുന്നതല്ലേ? ഈ തടിയന്റെ വിട നസീറുമായിട്ട് ഉള്ള അബ്ദുൽ നാസർ മദനിയുടെ ബന്ധങ്ങൾ ഈ 2008 സീരിയൽ ബ്ലാസ്റ്റിന് മുൻപും ശേഷവും അല്ല. ഞാൻ വസീഫിനോട് മറുപടി പറയുമ്പോൾ നവാസിന് എന്തിനാണ് ഇത്ര പൊള്ളുന്നത്? നിങ്ങൾക്ക് എന്താ മദനിയോട് നിങ്ങൾക്കും താല്പര്യമുണ്ട്, ഞങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വസീഫിനോട് മറുപടി പറയുമ്പോൾ പൊള്ളുന്നത് അപ്പുറത്തെ നവാസിനാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഞാനതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഈ സീരിയൽ ബ്ലാസ്റ്റ് കേസുകൾക്ക് ശേഷവും അതിനു മുമ്പ് തടിയന്റെ നസീർ അല്ലല്ല, താങ്കളുടെ അവസരത്തിൽ പറയുന്നത്. താങ്കൾ ഇത്രയും നേരം ഇരുന്ന് ഇവരെ മുഴുവൻ വൈറ്റ് വാഷ് അടിച്ചപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. എൻ്റെ അവസരത്തിൽ ഞാൻ പറയുന്നതല്ലേ ഉള്ളൂ. ഞാൻ കേസുകളുടെ അടിസ്ഥാനത്തിലല്ലേ പറയുന്നത്. കോടതിയിൽ അന്വേഷണ ഏജൻസികൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്. ഈ തടിയന്റെ വിട നസീർ എന്ന് പറയുന്നത് ലഷ്കർ-ഇ തോബയുടെ സൗത്ത് ഇന്ത്യയുടെ കമാൻഡറായിട്ടുള്ള തടിയന്റെ വിട നസീറിനെ ഈ ബ്ലാസ്റ്റുകൾക്ക് മുൻപും അതിനുശേഷവും മദനിയുടെ ഭാര്യയായിട്ടുള്ള സൂഫിയ മദനിയുടെ ഫോൺ നമ്പറിൽ നിന്ന് അബ്ദുൽ നാസർ മദനി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ എവിഡൻസ് വളരെ കൃത്യമായിട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയല്ലേ നവാസെ? അങ്ങനൊരു അബ്ദുൽ നാസർ മദനിയെ നിങ്ങൾ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ കയറിയിട്ട് വെള്ളരിപ്രാവായിട്ട് മാടപ്രാവും ഒക്കെ ആയിട്ട് ചിത്രീകരിച്ച് കേരളത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? ലോജിക്കലായിട്ടുള്ളൊരു ചോദ്യമല്ലേ ഇത്? തെളിയിക്കപ്പെടാതെ ജയിലിൽ ഇത്ര വർഷം കഴിഞ്ഞു എന്ന നിലയ്ക്കാണ് അബ്ദുൽ നാസർ മദനിയെ കേരളം ചർച്ച ചെയ്തിട്ടുള്ളത്. വിചാരണ തടവുകാരനായി വർഷങ്ങളോളം കഴിയുന്നു. മനുഷ്യാവകാശ ലംഘനം എന്നുള്ളതാണ് നമ്മൾ. അല്ല, കേരളം പല രീതിയിൽ ചർച്ച ചെയ്യുന്നേ. കേരളം പല രീതിയിൽ ചർച്ച ചെയ്യും. കേരളം ഇവിടെ അല്ലല്ല, ഞാൻ പറയട്ടെ, ഇവിടെ കേരളം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ വളരെ രസകരമായ വിഷയങ്ങളാണ് സ്മൃതി. അല്ലല്ല, കേരളം ചർച്ച ചെയ്യുന്ന വിഷയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ് സ്മൃതി. കേരളം ചർച്ച ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപിനെതിരായിട്ട് MA ബേബി ഇവിടെ ഇരുന്ന് ഷോക്കോസ് നോട്ടീസ് കൊടുക്കുക, അപ്പുറത്തുള്ള ഏതെങ്കിലും കുണ്ടറ പഞ്ചായത്ത് അമേരിക്കയുടെ ഫാസിസത്തിനെതിരായിട്ട് പ്രമേയം പാസ്സാക്കുക. പോയിട്ട് പ്രത്യേകിച്ച് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ജനതയുടെ ചങ്ങലക്കിട്ട് കൊണ്ടുവരുമ്പോൾ മിണ്ടാതിരിക്കുന്നതല്ലല്ലോ നിലപാട്. അല്ല, സ്വന്തം ജനതയെ അവിടെ മോഷ്ടിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായ മറുപടി യുവരാജ് ഗോകുൽ. ഇവിടെ നിന്നും മോഷ്ടിക്കാൻ പോയ ജനതയാണ് ആ വിഷയത്തിൽ നമുക്ക് ചർച്ച നടത്താം. സ്മൃതി വിളിക്കൂ, ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ വിഷയത്തിൽ ചർച്ച നടത്താം. ശരി, അപ്പോൾ അമേരിക്കൻ നാട് കടത്തി ഇന്ത്യക്കാർ മുഴുവൻ മോഷ്ടാക്കളാണ് എന്നാണ് BJP പ്രതിനിധി പറയുന്നത്. ഒരു രാജ്യത്തേക്ക് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഒരു രാജ്യത്തേക്ക് കടന്നു പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ സംവിധാനങ്ങളും അനുസരിച്ച് പോകാണ്ട് വേലി ചാടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിടിച്ച് കെട്ടിയിടും. അങ്ങനെ പോകുന്ന ആൾക്കാർ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒക്കെ സുഹൃത്തുക്കളായതുകൊണ്ടാണ് നിങ്ങൾക്ക് വേദനിക്കുന്നത്. മര്യാദയ്ക്ക് ആ രാജ്യം അനുവദിച്ചിരിക്കുന്ന നിയമപരമായ രീതിയിൽ ആ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. അവരാരും പിടിച്ച് കെട്ടിയിടുന്നില്ല. അവരാരെങ്കിലും പിടിച്ച് കെട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാം. അതിനകത്തൊന്നും വേറെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല. ഇവിടെ വിഷയം അതല്ലല്ലോ. ഇവിടെ സ്മൃതി പറഞ്ഞതിന്റെ മറുപടിയായിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. കേരളം അത്തരത്തിലുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പിന്നെ ഈ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ 4-5 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞാണ്. വെള്ളാപ്പള്ളി പറഞ്ഞത് എന്താണ്? ഇവിടെ ഈഴവരുടേതായ രാജ്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, അല്ല ഹിന്ദുക്കളുടെ രാജ്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മലപ്പുറം ജില്ലയില് ഈഴവ സമുദായത്തിന് അല്ലെങ്കിൽ SNDPക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവേചനത്തിനെ കുറിച്ച് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. തീർച്ചയായിട്ടും അത് വോട്ടാകും. അതിനകത്ത് എന്താണ് ഇത്ര സംശയം ഇരിക്കുന്നത്? ആ വിഷയം ജനുവിൻ അല്ലേ? കേരളം ഭരിക്കുന്ന സർക്കാരിന് പോലും അതിനകത്ത് കൃത്യമായിട്ട് എതിരഭിപ്രായം ഇല്ലല്ലോ. പിന്നെ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെയാണെങ്കിൽ വസീഫ് അതിന് പ്രതികരിക്കണം. ഞാൻ ശ്രീ സണ്ണിക്കുട്ടിയിലേക്ക് വരാം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടെ UDF ഒരു വർഗീയ മുന്നണിയായി മാറിയിട്ടുണ്ടോ? അങ്ങനെയാണ് CPM സംസ്ഥാന സെക്രട്ടറി കാണുന്നത്. അപ്പുറത്ത് PDP ഒരു പീഡിത പാർട്ടിയാണ് എന്നുള്ള കാര്യമാണ് പാർട്ടി സെക്രട്ടറി വിശേഷിപ്പിക്കുന്നത്.
UDF-നെ സംബന്ധിച്ചാണെങ്കിൽ നേരത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങൾ, അത് ലീഗിലെ നേതാക്കളായാലും കോൺഗ്രസിലെ നേതാക്കളായാലും നടത്തിയ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള മാറ്റത്തെക്കുറിച്ച് എങ്ങനെ വിശദീകരിക്കാം? സ്മൃതി ഒരു ടെലിവിഷൻ ചർച്ചയിൽ വന്നിരുന്നിട്ട് 45 മിനിറ്റ് നേരം ഒരു പ്രതിമയെപ്പോലെ ചലിക്കാൻ പോലും ആകാതെ ഇരിക്കുന്ന എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. ക്ഷമിക്കണം ശ്രീ സണ്ണി. ആദ്യം തന്നെ വസീഫ് നമ്മളെ എല്ലാവരെയും കുപ്പിയിലിറക്കി. അപ്പോൾ ആ എഡിറ്റോറിയൽ വസീഫ് നന്നായിട്ട് ഇന്ന് വായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് അതൊരു സംശയമില്ല. അതിലെന്താ എഴുതിയിട്ടുള്ളതെന്നുള്ളത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. എന്നിട്ടും അത് മുഴുവൻ വായിക്കണമെന്ന് പറഞ്ഞ് സ്മൃതിയെ കൊണ്ട് ഏതാണ്ട് മുഴുവൻ ഭാഗവും വായിപ്പിച്ചു. അതെന്താണെന്നുള്ളത് പിന്നെ കേട്ടവർക്ക് മനസ്സിലാകുകയും ചെയ്തു. കാരണം ആ ഒരു എഡിറ്റോറിയൽ മാത്രം മതി ഈ ചർച്ചയുടെ അല്ലെങ്കിൽ ഈ ചർച്ചയുടെ വിഷയത്തിന്റെ പ്രാധാന്യം ആളുകൾക്ക് മനസ്സിലാകാൻ. ഈ പറഞ്ഞതുപോലെ ഈ ചർച്ച എങ്ങോട്ടൊക്കെയാണ് പോയത് ഒന്ന് ആലോചിച്ച് നോക്കി. അവതാരകയെ ആക്ഷേപിക്കുന്നു, വളരെ മോശപ്പെട്ട വാക്കുകൾ പറയുന്നു. അമേരിക്കയിൽ കുടിയേറിപ്പോയവരൊക്കെ കള്ളന്മാർ കക്കാൻ പോയവരാണെന്ന് പറയുന്നു. ആ രീതിയിലേക്ക് ഈ ചർച്ച പോകുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, BJPക്ക് അല്ലാതെ ഏതെങ്കിലും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മതസ്വഭാവമുള്ള പാർട്ടികളുടെ പിന്തുണ തേടിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ? ഈ 1996 എഡിറ്റോറിയൽ ഞാനും വായിച്ചതാണ്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് അന്ന് വെൽഫെയർ പാർട്ടി ഉണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ആ സംഘടന നേരിട്ട് CPM-ന് പിന്തുണ കൊടുക്കുകയാണ്. അത് കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഒരു തീരുമാനമായി ബന്ധിപ്പിച്ച് വളരെ സ്വാഗതാർഹമായ 2 തീരുമാനങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്ത എഡിറ്റോറിയലാണ്. അതിൽ യാതൊരു ലജ്ജയും കൂടാതെ ദേശാഭിമാനി CPM-ന്റെ മുഖപത്രം അതിനെ സ്വീകരിക്കുക, അതിനെ സ്വാഗതം ചെയ്യുക, എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ പുകഴ്ത്തുകയാണ്. അതുപോലെ തന്നെ പിന്നീട് PDPയുടെ കാര്യം. PDP ഞാൻ ഓർക്കുന്നുണ്ട്, ഗുരുവായൂർ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ, സമദാനി തോറ്റ തെരഞ്ഞെടുപ്പിൽ, നമ്മുടെ ചലച്ചിത്ര സംവിധായകൻ ജയിച്ച ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ ചാവക്കാട് ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ മദനിയെ ഇന്റർവ്യൂ ചെയ്ത് ഞാൻ ഓർക്കുക. ഞാൻ ഇതുപോലുള്ള ഒരു വർഗീയമായ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു വിദ്വേഷകരമായ ഒരു ഇന്റർവ്യൂ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാനതിന്റെ പകുതി പോലും അന്ന് പ്രസിദ്ധീകരിച്ചില്ല. അത് അന്ന് ISS ആണോ അത് PDP ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ചരിത്രമുള്ള ഒരു പാർട്ടിയാണ്. അപ്പം CPM എന്താ ചെയ്തിരുന്നത്? ആദ്യകാലത്ത് PDP എതിർക്കുക. സ്മൃതി വായിച്ച എഡിറ്റോറിയൽ തന്നെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, മുസ്ലിം ലീഗിന്റെ കയ്യാളായ PDP എതിർക്കുകയാണ്. ആ 1996 മുഖപ്രസംഗത്തിൽ PDPക്ക് എതിരായിട്ടാണ് ദേശാഭിമാനി സംസാരിക്കുന്നത്. പിന്നീട് 2010 ശംഖുമുഖത്ത് ചേർന്ന യോഗം, അന്ന് അദ്ദേഹം മാനസാന്തരപ്പെട്ടെന്നൊക്കെ വാസിഫും നവാസും ഒക്കെ പറയുന്നുണ്ട്. അന്ന് കോടിയേരി ബാലകൃഷ്ണനൊപ്പം പിണറായി വിജയനും അതിന് സംബന്ധിക്കുക. ആ യോഗത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. പിന്നീട് ഹുസൈൻ രണ്ടത്താണി പൊന്നാനിയിൽ മത്സരിക്കുമ്പോൾ, അതൊക്കെ അടുത്ത കാലത്ത്, അത്ര പഴക്കമായിട്ടില്ല. അന്ന് 1 മണിക്കൂർ താമസിച്ചു മദനി അവിടെ എത്താനായിട്ട്. അദ്ദേഹം സ്ഥലത്തെത്താൻ അല്പം വൈകി. 1 മണിക്കൂർ പിണറായി വിജയൻ അവിടെ കാത്തിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം. ഇതൊക്കെ തന്നെയാണ് ഇവർ തമ്മിലൊക്കെയുള്ള ബന്ധങ്ങൾ. 2019 മുതൽ പിന്നെ ഇവരുമായിട്ട് നല്ല ചങ്ങാത്തത്തിലാണ്. അതായത് UDF 2019 മുതൽ. പക്ഷെ അതിനു മുമ്പ് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് അവർ നന്നായിട്ട് ഈ മതരാഷ്ട്രത്തെക്കുറിച്ച് പറയുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ CPM നല്ല ബന്ധത്തിലാണ്. എന്നിട്ട് ഇപ്പോൾ UDF-ന് അല്ലെങ്കിൽ 2019 മുതൽ UDF-ന് പിന്തുണ വരുന്നു. അത് വലിയൊരു അപരാധമായി പോയി എന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, SDPI അല്ലെങ്കിൽ PM സിദ്ദിഖ് എന്ന് പറയുന്ന CPM-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്താണ് പറഞ്ഞത്? അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞങ്ങൾക്ക് സുഡാപ്പികളുടെയും, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് സുഡാപ്പി എന്നാ, SDPI എന്നില്ല, ഞങ്ങൾക്ക് സുഡാപ്പികളുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വേണം, മനുഷ്യന്മാരുടെ എല്ലാം വോട്ട് വേണം എന്ന് പറഞ്ഞു. ഇപ്പൊ പെട്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ വിങ്ങായ വെൽഫെയർ പാർട്ടി അങ്ങ് മനുഷ്യന്മാര് അല്ലാതായിട്ട് മാറുക. ഇത് CPM പണ്ടും ചെയ്തിട്ടുള്ളതാണ്, കോൺഗ്രസ്സുകാരും ചെയ്തിട്ടുണ്ട്. UDF പലപ്പോഴും പലരുടെയും UDF PDPയോടൊപ്പം നിന്ന സമയങ്ങളുണ്ട്. അത് അന്നത്തെ കുറിച്ചാണ് 1996 എഡിറ്റോറിയലിൽ ദേശാഭിമാനി എഴുതുന്നത്. ഞാൻ മറ്റൊരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ശ്രീ സണ്ണിക്കുട്ടി, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇന്നിപ്പോൾ
പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രതികരണത്തിൽ ഈ വെൽഫെയർ പാർട്ടി നേതാക്കൾ തന്നെ വന്ന് കണ്ടു, അവരെ പിന്തുണ അറിയിച്ചു, അവർ സ്വീകരിക്കുന്നു എന്ന രൂപത്തിൽ പറയുന്നത് നേരത്തെ ഒന്നും കണ്ടിട്ടില്ലാത്തതാണ്. നേരത്തെ അവരവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വോട്ട് ചെയ്യട്ടെ, എല്ലാവരും വോട്ട് ചെയ്തോട്ടെ, ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് പതിവ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. അവരെ ഒരു പാർട്ടിയായി അംഗീകരിക്കുന്നു എന്നുള്ളത് പ്രതിപക്ഷ നേതാവിൽ കൂടെ തന്നെ പുറത്തു വരികയാണ്. അപ്പോൾ അത് നിലമ്പൂരിലെ ഒരു സാഹചര്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണോ, നിലമ്പൂരിൽ ജയിക്കാൻ ആ വോട്ടും വേണം എന്ന നിലപാടിലേക്കാണോ? അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടിയല്ലേ? അല്ല, പിന്നെ സ്മൃതി, ഞാനിപ്പം PDPയെയോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട സംഘടനയോ അവരുടെ SDPയെയോ അല്ലെങ്കിൽ ജമായത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയോ 1% പോലും അംഗീകരിക്കുന്ന ഒരാളല്ല ഞാൻ. അതിനെ എതിർക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ ഈ സതീശൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സതീശൻ അങ്ങനെ പറഞ്ഞു എന്നാണ് ഞാനും വായിച്ചത്. ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ CPM അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായിട്ട് അംഗീകരിച്ച ഒരാളെയാണ്. അവർ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ SDPയുടെ വോട്ട് വേണ്ടാന്ന് പറഞ്ഞതാണ്. പക്ഷെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടും ചേലക്കരയിലും വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചതും പിന്തുണ നൽകിയതും വോട്ട് ചെയ്തതും UDFനാണ്. ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം നിലമ്പൂരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. 1965-ലും 67-ലും അവിടെ ജയിച്ചത് ഏറനാടൻ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന, അപ്പോൾ വാസിബിനൊക്കെ എന്നെയൊക്കെ നന്നായിട്ട് ആ കഥകളും ചരിത്രങ്ങളും അറിയാം, കുഞ്ഞാലിയാണ്, K. കുഞ്ഞാലിയാണ്. അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നു. ആ കേസിലെ പ്രതി ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. പക്ഷെ ആര്യാടൻ മുഹമ്മദിനെ കോടതി കേസുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ് വെറുതെ വിടുന്നു. പക്ഷെ അന്നു മുതൽ, അല്ലെങ്കിൽ കുഞ്ഞാലിയുടെ കാലം മുതൽ അവിടുത്തെ CPI ആയിരുന്നപ്പോൾ, അതും പിന്നീട് 64-ന് ശേഷം CPM ആകുമ്പോഴും ഈ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. അദ്ദേഹത്തെ വെറുതെ വിട്ടു. അതിനുശേഷം 80-ലെ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഉൾപ്പെടുന്ന കോൺഗ്രസ് പാർട്ടി LDFിലായി. LDF എന്ന് പറഞ്ഞാൽ CPM നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലാണ്. അന്ന് അദ്ദേഹം അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നില്ല. പക്ഷേ അധികാരത്തിൽ ഗവൺമെന്റ് വരികയും അദ്ദേഹത്തിന്റെ ഓർമ്മ അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ചു എന്നാണ്. പാർലമെന്റ് മത്സരത്തിൽ തോക്കുകയാണെങ്കിൽ എനിക്ക് മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കാം. അങ്ങനെയാണ് ഹരിദാസ് രാജിവെച്ചിട്ട് വീണ്ടും മത്സരിക്കുന്നത്. അന്ന് കോൺഗ്രസിന്റെ മുമ്പിലെ ഏറ്റവും വലിയൊരു പ്രശ്നം 1980-ൽ ഉപതെരഞ്ഞെടുപ്പിൽ പിന്നെ എനിക്ക് തോന്നുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് എതിർ സ്ഥാനാർത്ഥി, ആ കോൺഗ്രസ് ഐയുടെ സ്ഥാനാർത്ഥി. ആ മത്സരത്തിൽ കോൺഗ്രസിന് യാതൊരു ആത്മവിശ്വാസവും ഉണ്ടായിരുന്നില്ല. കാരണം CPMന്റെ പിന്തുണ ലഭിക്കുമോ എന്നുള്ളത്. കാരണം CPMന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ആ പ്രദേശത്തെ CPM ഒരു ആരാധ്യ പുരുഷനായി കണ്ടിരുന്ന ആളാണ് കുഞ്ഞാലി. അദ്ദേഹത്തെ വധിച്ച കേസിലെ പ്രതിയായിരുന്ന ആള്, അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടില്ല, അത് വേറെ കാര്യം. ആ പ്രതിയായിരുന്ന ആ ആള് വീണ്ടും CPM ഉൾപ്പെടുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ പിന്തുണ നൽകുമോ, പിന്തുണ കിട്ടുമോ എന്നുള്ളത്. പക്ഷെ അവർ CPMോട് സംസാരിച്ച് CPM കൃത്യമായിട്ട് ഉറപ്പ് നൽകി, ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും, ഒരു ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. ആര്യാടൻ മുഹമ്മദ് ജയിച്ചു. ഇതുപോലൊക്കെ തന്നെയല്ലേ ഈ സാഹചര്യങ്ങൾ. വോട്ടിന്റെ ആവശ്യം വരുമ്പോൾ, ഗവൺമെന്റിന്റെ നിലനിൽപ്പ് ഒരു പ്രശ്നമാകുമ്പോൾ, അധികാരം കൈവിടാതിരിക്കുന്നതിന് ഏതൊരു രാഷ്ട്രീയ പാർട്ടി ഇത് തന്നെയല്ലേ ചെയ്യുക. PDPയുടെ കാര്യം നമ്മൾ പറഞ്ഞു വന്നതാ. PDPയെ ഒരു സമയത്ത് എതിർക്കുകയും പിന്നീട് സ്വീകരിക്കുകയും ചെയ്തു. SDPI ഇപ്പൊ എന്താ, ഞാൻ സിദ്ദിഖിന്റെ കാര്യവും പറഞ്ഞല്ലോ. SDPI കഴിഞ്ഞ 2020-ലെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു? SDPI എവിടെയായിരുന്നു? CPMനുമായിട്ട് ചേർന്ന് മുന്നണിയിൽ പലയിടത്തും ഒന്നിച്ച് മത്സരിച്ചില്ലേ, ജയിച്ചില്ലേ? മലപ്പുറം ജില്ലയിൽ തന്നെ 5 or 6 പഞ്ചായത്തുകളിൽ അവര് അധികാരം ഷെയർ ചെയ്തില്ലേ, പങ്കിട്ടില്ലേ? എന്റെ നാടായ പത്തനംതിട്ട ജില്ലയിലെ മുനിസിപ്പാലിറ്റി ഇപ്പോഴും ഭരിക്കുന്നത് 3 SDPI പിന്നെ സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടിയാ. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് വോട്ട് കിട്ടുമല്ലേ, നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് കാണുമ്പോൾ, അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും, അന്നേരം അവർക്ക് യാതൊരു പ്രശ്നവുമില്ല വർഗീയ ശക്തികളെ, വർഗീയ കക്ഷികളെ ചേർത്ത് പിടിക്കുന്നതിന്. അതാണ് ഇപ്പൊ ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഈ തർക്കത്തിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും എല്ലാ കാലത്തും ഇതുപോലെയുള്ള ന്യായീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ ഈ ന്യായീകരണം വല്ലാതെ തെളിവുകൾ സഹിതം അങ്ങോട്ട് വരുമ്പോൾ ആളുകൾക്ക് വിമ്മിഷ്ടമുണ്ടാകും, അസ്വാസ്ഥ്യമുണ്ടാകും, നിരാശ ഉണ്ടാകും. അതാണ് നാം ഈ ചർച്ചയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി വസീഫ്, ഇപ്പോൾ ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പഴയ സംഭവമല്ല. ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇത്തവണയല്ല, ഇതിനു മുൻപ് ഈ പറയുന്ന നിലമ്പൂരിലെ തന്നെ വഴിക്കടവ് പഞ്ചായത്തിലെ നാരോക്കാവ് വാർഡിൽ വെൽഫെയർ പാർട്ടിക്ക് ഒരു സീറ്റുണ്ട്. അവിടെ ആ സമയത്ത് ഭരിച്ചിരുന്നത് LDF ആണ്. അപ്പൊ LDF ഭരിച്ചിരുന്നത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോട് കൂടിയാണ്. നിങ്ങൾ കുറെ പറഞ്ഞു, നവാസും പറഞ്ഞു.
ഞാൻ മിണ്ടാതിരുന്നതാ. ഞാൻ പ്രേക്ഷകരോട് തന്നെ പറഞ്ഞു, ചോദ്യത്തിനുത്തരം പറയുന്നില്ലേ? എന്റെ പാർട്ടി ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് ഞങ്ങൾ വരുന്നത് എന്ന് നവാസിനെയും സണ്ണിക്കുട്ടിയെയും ഒക്കെ എത്ര സന്തോഷത്തോടു കൂടി കെട്ടിയിരിക്കുക സ്മൃതി. ഏതായാലും ഞാൻ പറഞ്ഞോട്ടെ സ്മൃതി, ഇതൊക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന നീക്കുപോക്കുകൾ, അതെല്ലാം ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം തള്ളിപ്പറഞ്ഞതും തിരുത്തിയതുമാണ്. ഇനി ഒരു കാര്യം, ഇപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ, ഇവർ ഈ തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്നവരല്ല, മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നവരല്ല എന്ന്. ഇക്കഴിഞ്ഞ മാസം ബഹളം വെക്കല്ലേ, ഇക്കഴിഞ്ഞ മാസം സയ്യിദ് കുത്തുബ് ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ എല്ലാ കാലത്തും വോട്ട് ചെയ്യാറ് വ്യക്തികളെ നോക്കിയിട്ടാ. നവാസ് എങ്ങനെ ഇടയിൽ കയറിയിട്ട് വല്ലാതെ ആവശ്യത്തിൽ നിങ്ങൾ ഇടപെടാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെട്ടത്. അതെ, നവാസ് ഇടപെടാൻ പറഞ്ഞത് കൊണ്ടായിരുന്നു ഞാൻ ഇടപെട്ടത്. ഞാൻ പറഞ്ഞോട്ടെ, ബഹളം വെക്കല്ലേ. സയ്യിദ് കുത്തുബ്, ഇവരുടെ എല്ലാം പടം ഉപയോഗിച്ചാണ് സോളിഡാരിറ്റിക്കാര് ഈ എയർപോർട്ടിൽ, ഈ കോഴിക്കോട് എയർപോർട്ടിൽ വന്ന് മാർച്ച് നടത്തി വലിയ സമര കോലാഹലം നടത്തിയത്. ആരായി? സയ്യിദ് കുത്തുബും ഹസനുൽ ബന്നയും ഒക്കെ ലോക ഇസ്ലാമിക തീവ്രവാദികളുടെ ആത്മീയ നേതാക്കന്മാരാ. അവരുടെ പടം ഉപയോഗിച്ച് ഇക്കഴിഞ്ഞ മാസവും ഇവർ സമരം നടത്തുക. എന്നിട്ട് നവാസിനെ പോലെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇവർക്ക് ഓശാന പാടുക. എന്നിട്ട് ഇവർക്ക് ഓശാന പാടുക ഇവർ തീവ്രവാദികളല്ലേ. ഞാൻ പറഞ്ഞോട്ടെ എന്നിട്ട് കേരളത്തിന്റെ പുറത്ത് ഏതോ ഒരു സ്ക്രീൻഷോട്ട് കൊണ്ടുവന്നിട്ട് ഒരു നാടകമില്ലാതെ പറയാ, ഇവിടെ ഇവിടെ ഈ നാട്ടിലിതാ പകൽ പോലെ വ്യക്തമാക്കുന്ന തരത്തിൽ ചിത്രം കൊണ്ടുവന്നിട്ട് എന്നിട്ട് ബഹളം വെക്കുക. അങ്ങാടി തോറ്റൽ അമ്മയോട് എന്ന് പറഞ്ഞതുപോലെ കളിക്കല്ല നവാസേ. ആദ്യം നിങ്ങളുടെ നേതാക്കന്മാരെ, നിങ്ങളുടെ സമസ്ത സുന്നി നേതാക്കന്മാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്ക്. നിങ്ങൾ പരസ്യമായി പറ, നിങ്ങൾ പരസ്യമായിട്ട് പറ, സ്വന്തം പച്ചക്കൊടി പോലും ഈ കേരളത്തിൽ ഉയർത്തിപ്പിടിക്കാൻ പറ്റാത്തവരാണ് നിങ്ങൾ. മുസ്ലിം ലീഗ് നാണമില്ലാതാകുന്നത് ഇതുപോലെ നിലപാടില്ലാത്തത് കൊണ്ടാണ്. സ്വന്തം പച്ചക്കൊടി പോലും അരയിൽ തീരി കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ, അധികാരത്തിൽ കയറാൻ, എന്തും ചെയ്യാൻ മടിയില്ലാത്തവർ ഈ നാടിന്റെ മുമ്പിൽ ആളെ പറ്റിക്കരുത്. ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറഞ്ഞ് ലൈസൻസ് കൊടുക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ എത്തുക. നിങ്ങളുടെയൊക്കെ നിലവാരം എത്രയായി പോയി? നിങ്ങളുടെ നേതാവല്ലേ കഴിഞ്ഞ മാസം പറഞ്ഞത് ഇവര് തീവ്രവാദികളാണ്, ISIS ഉപമിക്കുന്നവരാ. ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ഈ പറയുന്ന തരത്തിൽ നിങ്ങൾ പറയുക. എന്നിട്ട് ചാനലിൽ പറയുക. നേരത്തെ BJP പ്രതിനിധി യുവരാജ് ഗോകുൽ പറഞ്ഞത് കേട്ടല്ലോ, വസീഫ് കേട്ടല്ലോ. യുവരാജ് ഗോകുൽ പറഞ്ഞത് വസീഫ് കേട്ടല്ലോ. വെള്ളാപ്പള്ളി പറഞ്ഞ പരാതിയിൽ CPM-നും ഒന്നും പറയാനില്ല എന്ന്, അല്ലേ? CPM-നും ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞത് കേട്ടല്ലോ യുവരാജ് ഗോകുൽ. അത് കേട്ടല്ലോ വസീഫ്, അതിലൊന്നും പറയാനില്ല അല്ലേ? സ്മൃതി 2010 30 സെക്കൻഡ് സമയം ബിജെപിയും ജമാഅത്തെ ഇസ്ലാമിയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാ. ഒരു നാണയത്തിന്റെ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇവര് കാശ്മീരിൽ ഞങ്ങളുടെ നേതാവിനെതിരെ മത്സരിച്ചതാരാ? ജമാഅത്തെ ഇസ്ലാമി നേതാവാ. ആരുടെ പിന്തുണയില? ബിജെപിക്കാരും നിങ്ങളുടെ പിന്തുണയില. നാണുണ്ടോ നിങ്ങൾക്ക്? കാശ്മീരിൽ മുഹമ്മദ് യൂസഫ് തരിഗാമി എന്ന് പറയുന്ന ഞങ്ങളുടെ അഖിലേന്ത്യാ നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം മത്സരിച്ചപ്പോ, കുൽഗാമിൽ മത്സരിച്ചപ്പോ അതിനെതിരെ മത്സരിച്ചത് ജമാഅത്തെ ഇസ്ലാമിക്കാരനാ. പിന്തുണ കൊടുത്തത് ഈ BJPയും RSS-ഉം. ഇവരൊക്കെ തരാതരം പരസ്പരം പിന്തുണ കിട്ടുന്നത് വരെയോ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. സമയം കഴിഞ്ഞുകൊണ്ടാണ്. അടുത്ത ദിവസം നിങ്ങൾ പുതിയ വിഷയം ഉണ്ടാക്കുകയാണെങ്കിൽ ആ പുതിയ വിഷയത്തിൽ ചർച്ച ചെയ്യാം. വളരെ നന്ദി. PK നവാസ്, V വസീഫ്, യുവരാജ് ഗോകുൽ, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ചർച്ചയിൽ പങ്കെടുത്ത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.